നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മൻ, രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഒന്നാമത് ആ നിർഭാഗ്യകരമായ ദീപക്കിൻ്റെ മരണം. പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരം അറിയാമല്ലോ, ഞാൻ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളുകളായി നമ്മൾ ബസ്സിൽ യാത്ര വളരെ സൂക്ഷിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അപകട ഭീഷണി എല്ലായിടത്തും ഉള്ളതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞ ബസ്സിലാണ് സാധാരണ നമ്മൾ യാത്ര ചെയ്യാറുള്ളത്. സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ പോലും സ്ത്രീകളോട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആരും അവിടെ അടുത്ത് പോലും പോയിരിക്കില്ല. കാരണം ഏത് നിമിഷമാണ് അപകടം വരാമെന്ന് അറിയാൻ പറ്റില്ല. പാവപ്പെട്ട ദീപക്കിന് സംഭവിച്ച അതേ ദുരന്തമാണ്. ആ വിഷ്വൽ കണ്ടിരുന്ന അയാളൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിട്ട് അയാളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അവസാനം അയാൾ ജീവൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി. ശനിയാഴ്ച ഈ ദീപക്കിൻ്റെ ആ വിഷ്വൽ ഞാൻ പലതവണ കണ്ടു നോക്കി. ഗ്യാരണ്ടിയാണ് ദീപക്കിൻ്റെ വിദൂര മനസ്സിൽ പോലും ഇങ്ങനെ ആ ഒരു പെണ്ണിനെ മുട്ടണം എന്നൊരു വിചാരം വന്നിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ക്യാമറ പിടിക്കുന്ന അയാൾ ശ്രദ്ധിക്കണമല്ലോ, സ്വാഭാവികം അയാൾ ശ്രദ്ധിക്കണം. അപ്പം അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അപ്പം പിന്നെ ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അതെന്താ സംഭവിച്ചത്? അത് ക്യാമറ ട്രിക്കാണ്. അതായത് ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു, ഇപ്പം ഇത് എൻ്റെ കൈ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ വെക്കുന്നു വെച്ചോളൂ. ഈ കൈ സ്ലോ മോഷനിൽ എടുത്ത് എന്തായിരിക്കും വരുന്നത്? ഇങ്ങനല്ലേ വരുന്നത്. ഇവർ ഈ സ്ലോ മോഷനിൽ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുവാണ്. അത് എഡിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം അതുപോലും അയാൾ അങ്ങനെ അയാളുടെ മനസ്സിൽ പോലും ഇല്ലാത്തത് കൊണ്ടാണ് അത്ര ഇതായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല, മലബാറിലെ പ്രൈവറ്റ് ബസ്സാണ്, എന്തോ ഒരു സ്പീഡിലായിരിക്കും പായണെന്ന് നമുക്കറിയാം. ഇത് അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ വിവാഹിതനായിരുന്നോ? 2 പിള്ളേരുണ്ടായിരുന്നു. ഞാനോട് അയാൾ പറഞ്ഞ പോലെ തോന്നുന്നു 42 വയസ്സായി. അപ്പം ഈ മനുഷ്യനെ അപമാനം സഹിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ക്രിമിനലാണെങ്കിൽ ഒരിക്കലും ഈ പണിക്ക് പോകത്തില്ലല്ലോ. അപ്പം അയാൾക്ക് അപമാനം സഹിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഇതിന് താങ്ങാൻ കഴിയാത്ത ഒരു വേദനയിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചു. അപ്പം രാജ്മോഹൻ, അൺബിലീവബിൾ. ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ നമ്മുടെയൊക്കെ കാലത്ത്, അതായത് നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് ഈ ബസ്സിലെ ഇതിനൊരു ജാക്കി അങ്ങനെ ഡയലോഗ്, ഇത് പതിവാണ്. ഇത് നിരന്തരം പലയിടത്തും നടക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് പിടികൂടാൻ നമുക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ്. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പിടികൂടുക, ഇടിക്കുക, വലിച്ചിറക്കി ഇടുക എന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, അത്തരം ഞരമ്പ് രോഗികൾ ധാരാളമുണ്ട്. ഞാനൊക്കെ വണ്ടിയെ യാത്ര ചെയ്യുന്ന സമയത്ത് മോശമായ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നിലമ്പൂർ സ്റ്റുഡൻസ് ഉള്ള ബസ് ഉണ്ടായിരുന്നു. രാവിലെ 8:30 യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഈ ബസ്സിൽ പലതവണ ചില വഴിയിൽ നിന്നുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ പേര് ബസ് നടന്നിട്ട് തല്ലാൻ വന്നിട്ടുണ്ട്. നാട്ടിൽ അത് നടക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു വളരെ അടുത്ത കൂട്ടുകാരി, ഇപ്പോഴും എൻ്റെ കൂട്ടുകാരിയാണ്. അവൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അവളൊരിക്കൽ അവളുടെ അനുഭവം എന്നോടൊന്ന് വീരവാദത്തോടെ അടിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവളിങ്ങനെ ബസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ കിള്ളാൻ തുടങ്ങി. ഇവളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കിള്ളാൻ തുടങ്ങി. ഇവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവനൊന്ന് വലിച്ച് ചിരിച്ച് കാണിച്ചു. ഇവൾ പതിയെ കൈ ഇങ്ങനെ അകത്ത് കൊടുത്തു. അപ്പോൾ അവനോർത്തു അനുമതി നൽകി. പിന്നെ അങ്ങ് ആർത്തിയോടുകൂടി ഇവൾ കൈ അങ്ങ് ലോക്ക് ചെയ്തു. കൈ ലോക്ക് ചെയ്തിട്ട് ഇവൾ ചോറ്റുപത്രം കൊണ്ട് ഇവിടെ കൈ കിട്ടു 10 ഇടി അങ്ങ് ഇടിച്ചു. ആളുകൾ നോക്കുമ്പോൾ ഇവൻ്റെ കൈ ഇവളുടെ കഷത്തിനകത്തിരിക്കുകയാണ്. എടുത്തിട്ട് അടിച്ച് തകർത്ത് വലിച്ചു കീറി പൊട്ടിച്ചവരെ നാട്ടുകാരെല്ലാം കൂടി. ഒരുപാട് പ്രായമായവരാണ്, ചെറുപ്പക്കാരല്ല. ഈ പണി ചെയ്യുന്നത് ഭൂരിപക്ഷവും 60 കഴിഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് വാസ്തവമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി പഴയതിനേക്കാൾ കുറവാണ്. അതിന് കാരണം ബസ്സിൻ്റെ അകത്ത് ക്യാമറയുണ്ട്, സകല മനുഷ്യരുടെയും കയ്യിൽ ക്യാമറയുണ്ട്. അപ്പം ഈ സാധനം അപ്പം തന്നെ വൈറലാവും. ഇതൊക്കെ കാണിക്കുന്ന ആളുകൾ എന്താണ്, ലോകത്താരും അറിയത്തില്ല എന്ന ആത്മവിശ്വാസത്തിലാണ്. ഇതൊക്കെ അപ്പം തന്നെ വൈറലാവുന്നതുകൊണ്ട് ആളുകൾ വളരെയേറെ ശ്രദ്ധയോടെ ജീവിക്കുന്നൊരു കാലമാണ്. ഈ ശ്രദ്ധയോടെ ജീവിക്കുന്ന കാലത്ത് ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. അപ്പം ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മളെടുത്താൽ ഇത് ഭൂതാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആത്മൻ മനഃപൂർവ്വം ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വൈറലാക്കാൻ വേണ്ടി ചെയ്തതാണ്. എങ്ങനെയാണ് റെക്കോർഡിങ് തുടങ്ങിയത്? ഇവരുടെ ഈ ഇടക്കാലത്ത് ഇവള് കൈ ഇങ്ങനെ സ്ലോ മോഷനിലാണേ പോലും കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കുറേ കഴിഞ്ഞാണ്. ഇവള് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, ഞാൻ നേരത്തെ, അതായത് ആദ്യം ആരോളോട് വളരെ മോശമായി പെരുമാറുന്നു, അവർ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പോഴാണ് അപ്പോൾ വന്നു. ആ പെൺകുട്ടി ആരാണ്? ആ പെൺകുട്ടി ഇത് പറയുമോ? ഈ ബസ് യാത്ര ചെയ്ത് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സാധനത്തിന് എവിടെയെങ്കിലും ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സംശയിക്കുന്നത് ഈ പെൺകുട്ടി മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി
അങ്ങോട്ട് കൈവച്ച് കൊടുത്താണെന്ന് പോലും എനിക്ക് സംശയമില്ലായിരിക്കും. കാര്യം ഇന്ന് ഓരോരുത്തരും കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ റീൽസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടത്. മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ശരി റെക്കോർഡ് ചെയ്തിരിക്കട്ടെ, അവൾക്ക് ആ അതിലെ കണ്ടക്ടർ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറയായിരുന്നു തെളിവ് കയ്യിലുണ്ടെങ്കിൽ. ഉണ്ട്. 2, ഈ പെൺകുട്ടി ഒരിക്കൽ പോലും അയാളോട് നോ പറഞ്ഞില്ലല്ലോ. അയാളെ നോർമൽ കേസിൽ പെൺകുട്ടി തൊട്ട് കഴിഞ്ഞാൽ അവൾ ചെയ്ത വിളിക്കില്ല സ്വാഭാവികം. ഞാൻ വെറുതെ ഇരുന്ന് ഉറങ്ങുന്ന പെണ്ണാണെങ്കിൽ പോലും ഈ ഉറങ്ങുന്ന പെണ്ണിനെ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ അരുതാത്ത രീതിയിൽ എന്തെങ്കിലും സംബന്ധിച്ച് അവൾ അപ്പം അറിഞ്ഞാൽ അവൾ ബഹളം വെക്കും, അവൾ കാര്യങ്ങൾ ചോദിക്കും, മര്യാദയ്ക്ക് ഇരിക്കാൻ പറയും. ഇനി അതല്ല, ചിലരൊക്കെ മനഃപൂർവ്വം ഇങ്ങനെ ഉറങ്ങി നടിക്കും. ഈ ഉറങ്ങി വീഴുന്നത് ചിലരിങ്ങനെ കാലറിയാത്ത തരത്തിൽ നീട്ടിവെക്കും. ഇത് പെണ്ണിനറിയാം ഇവൻ്റെ ഉദ്ദേശം എന്നാണെന്നുള്ളത്. നിയമപരമായിട്ട് അവൻ പറയും അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും, ഉറങ്ങിപ്പോയത്. പക്ഷേ അപ്പോൾ പെണ്ണെന്നാ പറയും നിങ്ങളുടെ അഭ്യാസം എന്നോട് നടക്കത്തില്ല, മര്യാദയ്ക്ക് ഇത് നിങ്ങൾക്ക് നല്ലത് ഇല്ല, ഞാൻ പോലീസ് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ അഭ്യാസം കാണിക്കത്തില്ല. സിനിമാ തിയേറ്ററുകളിലും പണ്ട് പലപ്പോഴും ഇതേ അനുഭവം ഉണ്ടായിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞാൽ ഇവർ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി അയാളോട് പ്രതികരിക്കുന്നത് പോലും നമ്മൾ കണ്ടില്ല. അപ്പോൾ അയാളുടെ എങ്ങനെയെങ്കിലും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എന്നോർത്ത് വളരെ കൂളായി. എന്ന് മാത്രമല്ല ഈ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ പിന്നെ കണ്ടു. എന്തിനാ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകുമ്പോഴെങ്കിലും ഇത് മുട്ടിയാൽ തനിക്കിത് വൈറലാക്കുക, അതായത് വീഡിയോ വൈറലാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ചെയ്തതാണ്. അപ്പം ഇത് താങ്ങാനുള്ള കാരണം ഇത് വൈറലായി 2 മില്യൺ കണ്ടു. ഒരു നേരം വിളിക്കുമ്പോൾ ഇയാൾ വെള്ളിയാഴ്ച ഇവിടുന്ന് പോകുമ്പം ഇയാൾ അറിയുന്നില്ല ഇങ്ങനൊരു സംഭവം. ശനിയാഴ്ച ഇയാൾ കാണുമ്പം സോഷ്യൽ മീഡിയ എടുത്ത് മുഴുവൻ കാണും. ഞാൻ സംശയിക്കുന്നൊരു കാര്യം, ശനിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച പകൽ മുഴുവൻ അയാളുടെ ജീവിതം പതിവ് പോലെ കടന്നുപോയി. അയാൾ ജോലിക്ക് പോയില്ല എന്ന് നമ്മളോട് ആരും പറയുന്നില്ല. ഒരുപക്ഷെ അയാൾ ജോലിക്ക് പോയി കാണും. വൈകുന്നേരം അയാൾ ശനിയാഴ്ച വരുമ്പോൾ ഒരുപക്ഷെ വീട്ടിൽ പോലും അയാളെ ചോദ്യം ചെയ്ത് കാണാം. എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അല്ല മാതാപിതാക്കൾ എല്ലാവരും വിളിച്ചു പറയുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ അപമാനവും താഴത്തെ ഈ അവനിട്ട് അത് ചെയ്തു എന്നുള്ള ഈ വൃത്തികെട്ട കമൻറ്റുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എന്നെക്കുറിച്ചുള്ള പല കമൻറ്റുകളും വായിച്ചാൽ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാവും. ഞാൻ പലപ്പോഴും നോക്കാറില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ബ്ലാക്ക് മെയിലറാണ്, പെയ്ഡ് ജേർണലിസ്റ്റാണ്, പണം ചോദിച്ചു വാങ്ങുന്നവനാണ്, അവനെ ക്രിസംഗി ഒന്നും സാരമില്ല. രാജ്മോഹൻ ക്രിസംഗി ഒന്നും സാരമില്ല. അവൻ വണ്ടി ഇടിച്ച് ചത്തുപോകും, മറ്റവനാണ്, അവനാണ്, അവൻ്റെ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കും, ജീവിതം തകർക്കുന്നവനാണ്. ഇങ്ങനെ കള്ളക്കഥകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ടാവും. ഞാനതുകൊണ്ട് തന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിൽ എന്നെക്കുറിച്ച് വരുന്ന ഒന്നും കാണാറില്ല. ആരെങ്കിലും എനിക്ക് ചിലപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ് വീഡിയോയിൽ ഇട്ട് തരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ. ചിലർ എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തരും, ഷാജൻ ഇത് കണ്ടോന്ന് ചോദിക്കും. ഇത് കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നെ തെറി വിളിക്കുന്ന. അപ്പം ഞാൻ അയക്കും മെസ്സേജ് അയക്കും, ചേട്ടാ അനിയ കണ്ട് ആസ്വദിച്ചോളൂ, എനിക്ക് തരണ്ട. അതെന്താ അങ്ങനെ പറയുന്നത്? അത് അതിനെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആസ്വദിച്ചോ, എനിക്ക് തരുന്നു. ഞാൻ പറഞ്ഞത് അപ്പം അതല്ല, എൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, നമ്മുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമ്മളതിന് മറുപടി കൊടുക്കാം. അല്ലാതെ തെരുവിളിക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ? പക്ഷേ ഈ കമൻറ്റുകളിലേക്ക് പോയാൽ ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അടി കുറേ ആളുകൾ വന്ന് തെരുവിളിക്കുന്ന വിളിച്ചിട്ട് പോട്ട് നോക്കും. ക്രിസംഗി അല്ലെ നിങ്ങൾ പറഞ്ഞ ക്രിസംഗി, മനചാണക സംഗി, മറ്റേ. പക്ഷേ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് അപമാനിക്കുന്ന തരത്തിൽ ചില സാധനങ്ങളിടും. അതൊക്കെ കണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് കമന്റ് പോലും നോക്കാറില്ലാത്ത അവസ്ഥ. പക്ഷേ ഇവരെ ഉദ്ദേശം നമ്മളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഫോൺ ചെയ്യുമല്ലോ, പരമാവധി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും, ചീത്ത വിളിച്ചു. അപ്പം നമ്മൾ തിരിച്ച് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നാളത്തെ ഈ സാധനത്തെ വിളിച്ച ഇതാണ് അവസ്ഥ എന്ന് പറയാൻ വേണ്ടത്. അത് നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കും. ഒന്നും പറയും. ഈ പറയുന്ന അതിനുള്ള ശേഷി എല്ലാവർക്കും ഇല്ല. ഈ ചില പൊതുപ്രവർത്തകർക്ക് പോലും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞ അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം എനിക്കൊക്കെ നല്ല തൊലിക്കെട്ടിയുണ്ട്. കാരണം ധാരാളം കേൾക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ അത്ര തൊലിക്കെട്ടി, കാരണം നിങ്ങളാരും വിളിക്കാറില്ല. ഞാൻ ധാരാളം കേൾക്കുന്ന കാരണം എനിക്ക് തൊലിക്കെട്ടിയുണ്ട്. പക്ഷെ എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയല്ല. ചിലർ തകർന്നു പോകും, സഹിക്കാൻ പറ്റത്തില്ല. ചില രാഷ്ട്രീയ പ്രവർത്തകർ പോലും തളർന്നു പോകും. അപ്പം ഇത് മനഃപൂർവ്വം അവിടെ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. കേസ് കൊടുത്തു കമ്മീഷൻ ഓഫീസർ അല്ല ആയിക്കോട്ടെ. ഇത് കേസ് കൊടുക്കാൻ എന്തിനാ ഇവർ നിൽക്കുന്നത്? ഇവര് മറ്റെന്താണ് ഇവനെതിരെ സുവമോ മറ്റേ കേസ് നടന്നല്ലോ, നമ്മുടെ ഫെനി നയനെതിരെ അവര് പരാതിക്കാരില്ലാതെ കേസെടുത്ത്. ആരും പരാതിക്കാരുണ്ടായിരുന്നില്ല, പരാതിക്കാരില്ലാതാണ് സുവമോട്ടോ കേസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കൃത്യം ഞാൻ എഫ്ഐആർ കണ്ടതാണ്. അപ്പം ഒരാളുടെ ആത്മഹത്യക്ക് കാരണമായി. ഇത് തന്നെയല്ലേ പി ദിവ്യ ചെയ്ത്. പി ദിവ്യ പ്രസംഗത്തിലൂടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഈ പെണ്ണും ചെയ്തത്. അപ്പോൾ ഇവർക്കെതിരെയും ആ സെക്കൻഡിൽ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യം മാത്രമല്ല, എന്നെ ഏറ്റവും വേദനിപ്പിച്ചതും ആശങ്കപ്പെടുത്തിയതും ഈ യുവതി ഒരു പഞ്ചായത്ത് മെമ്പറാണ്.
മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ്. നമുക്ക് പലരും ചോദിക്കും നിങ്ങളെന്താണ് ഇവളുടെ പണം കാണിക്കാത്ത, ഇവൾ ക്രിമിനലിനെ ചോദിക്കും. പക്ഷേ അതൊരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവളൊരു സെക്ഷൽ ഹരാസ്മെൻറ്റ്, ലീഗൽ നിയമത്തിൻ്റെ ഭാഷയിൽ സെക്ഷൽ ഹരാസ്മെൻറ്റിന് ഇരയായ എതിജീവിതയാണ്. നമ്മൾ ചർച്ചയ്ക്കോട്ട് പറഞ്ഞതിന് 10 മിനിറ്റ് മുമ്പ് ഒരാൾ വിളിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ആ പുരുഷന്റെ പണം കൊടുക്കാറുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ, സ്ത്രീയുടെ പണം കൊടുക്കാം. നമ്മുടെ നിയമം അങ്ങനെ സ്ത്രീയുടെ പണം കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. സ്ത്രീയുടെ പണം കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. കാരണം അതിജീവിതയാ, ഇരയാ. ഇത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ സ്ത്രീയുടെ പരാതി കൊടുക്കണ്ട, രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച കേസല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നോക്കൂ രാജ്മോഹൻ, ഇങ്ങോട്ട് ചാറ്റുകൾ പുറത്തുവിടുന്നു അവർ തന്നെ, അവർക്ക് അനുകൂലമായത്. അതേസമയം അവർക്കെതിരായ ചാറ്റ് വന്ന അവരുടെ ഐഡന്റിറ്റി പോലും. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു കുഴപ്പം. ഇവിടെയാണ് രാഹുൽ ഈശ്വരൻ പറയുന്ന ഈ പുരുഷ കമ്മീഷന് പ്രസക്തി വരുന്നത്. രാഹുൽ ഈശ്വരൻ എന്താ പറയുന്നത്, പുരുഷ കമ്മീഷൻ വേണം, കാരണം പുരുഷന്മാർക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് പറയുമ്പം ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തോന്നും ശരിയാന്ന്. അല്ല, ഗാർഹിക പീഡന കേസുകൾ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ. പുരുഷനാണല്ലോ എപ്പോഴും പ്രതിസ്ഥാനത്ത്. ഈ സ്ത്രീ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് ആര് പുരുഷനെ സഹായിക്കാനില്ല, ആരുമില്ല. ഇതിപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കേസ് ഇതുപോലെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്. ഇതിൻ്റെ മറ്റൊരു വശമല്ലേ ആണ് ഞാൻ പറഞ്ഞത്. ഒരു യുവതി അവർ ബോധപൂർവം ബന്ധമുണ്ടാക്കി അവരുടെ താല്പര്യം സംരക്ഷിച്ചു പോയതിന് ശേഷം 1.5 വർഷത്തിന് ശേഷം വന്നിട്ട് ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുമ്പോൾ അതിന് യാതൊരു തെളിവുമില്ലാതെ എഫ്ഐആർ ഇട്ട് പിടിച്ച് പമ്മിയെടുത്ത് പിടിച്ച് ജയിലിലടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ പറഞ്ഞ നമ്മുടെ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. പുരുഷന്മാർക്ക് സുരക്ഷയില്ല. നമുക്കതുകൊണ്ട് ഇന്ന് ബസ്സായി കണ്ടായിരുന്നു, ആ വീഡിയോ ഉണ്ടായിരുന്നു. ഒരാൾ ബസ്സിലോട്ട് പോരുവാണ്, ട്രോളാൻ തോന്നുന്നു. ഒരാൾ ബസ്സ വന്ന് കയറുന്നു, കയ്യിൽ വലിയ കാർഡ് ബോർഡുണ്ട്, അപ്പുറത്തൊരു സ്ത്രീ ആയിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ ഈ കാർഡ് ബോർഡ് കൊണ്ട് അങ്ങ് വെച്ചു, മറ വെച്ചിട്ടിരിക്കുന്നുണ്ട്. സത്യമാണ്. നമ്മൾ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എന്നോട് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നോട് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ മുമ്പിലത്തെ സീറ്റ് പെണ്ണ് വന്നിരുന്നാലും ഞാൻ മാറിപ്പോകുന്നു പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ കാലങ്ങാനും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ചില സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇരിക്കും, കണ്ടക്ടർ അങ്ങോട്ട് ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിന്നോളാം, ആണുങ്ങൾ ആരെങ്കിലും ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് പറയും. ഇത് അപകടമാണിത്, വലിയ അപകടമാണ്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇവരെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഞാൻ തിരുവനന്തപുരം ജേർണലിസം പഠിക്കുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഒരു അനുഭവമുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഇതിനോട് കടുത്ത എതിർപ്പും അതിനെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഈ പൂജപ്പുരയെ താമസിച്ചിട്ട് ഞാൻ പൂജപ്പുരയിൽ നിന്ന് ബസ് കയറി സ്റ്റാച്ചു ഇറങ്ങുന്ന ആളാണ്. അങ്ങനെ ബേക്കറി ജംഗ്ഷനിൽ വണ്ടി ഇങ്ങനെ നിറച്ചാളായിട്ട് കയറുക. ആ ഒരു ചെറിയ കയറ്റം, ഇന്നത്തെ അതിലൊക്കെ ആ കയറ്റം കയറുന്ന സമയത്ത് ഈ വണ്ടി എന്തോ ഒരു സംഭവം ചവിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ മുട്ടി. അപ്പോൾ ഒരു പെണ്ണ് പറയുന്നൊരു പെണ്ണിലേക്ക് എൻ്റെ വെന്ന് മുട്ടി. ഉടനെ ഈ പെണ്ണ് ഭയങ്കര തെറി, നിങ്ങൾ എന്നെ മുട്ടുമല്ലേ ഇടിക്കല്ലേ. അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു അന്നത്തെ നമ്മൾ കൊച്ചു പയ്യനാണ്, ഒരു 10-60 വയസ്സെങ്കിലും കാണുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ മുട്ടാൻ പറ്റിയ ഏതൊരു ബാക്കിയാണ് കുറച്ച്. അപ്പോൾ സംഭവം അവിടെയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളോടൊക്കെ എല്ലാവരും ഇവിടെ ചിരിച്ചു, തീർന്നു. അത്രേ ഉള്ള പ്രശ്നം. ഒന്നുകിൽ ഇങ്ങനത്തെ വൃത്തിയോട് കാണിക്കുന്നവരെ പൂശുക, അല്ലെങ്കിൽ തമാശ പറഞ്ഞ് ഒതുക്കുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറയാനുള്ള ഈ വിഷയം സമാപിക്കുന്നതിന് മുമ്പ്. ഒന്ന്, മുസ്ലിം ലീഗ് മൗനം പാലിക്കരുത്. ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കണം. കാരണം പൊതുപ്രവർത്തനത്തിന് യോഗ്യതയില്ല. അപ്പോൾ ഒരിക്കലും നമുക്കുള്ളൊരു പ്രിവിലേജ് ദുരുപയോഗിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളിപ്പോൾ സംഭവിക്കാറുള്ള പല ഇത്തരം നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിവിലേജ്, നമുക്ക് മാത്രമുള്ള പ്രിവിലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ എനിക്കിപ്പം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ നടക്കും. കാരണം എന്നെ അറിയാം, പക്ഷെ ഞാൻ വിളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വിളിച്ചാൽ ആ കാര്യം നടക്കും എന്നൊരു പ്രിവിലേജ് ഉള്ളപ്പം എൻ്റെ ബന്ധുക്കളോ അല്ലെ പരിചയക്കാരോ ഒക്കെ എന്നെ വിളിച്ച് പല കാര്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറും. ഇവിടെ പലരും വിളിച്ച് പറയാറുണ്ട്, ഷാൻ ചേട്ടൻ തോന്നിയ ഒരു ജോലി അല്ല, നമ്മളൊരു പോലീസ് സ്റ്റേഷനിലോ ഒരു ഓഫീസിലോ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ നടക്കും എന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ പ്രിവിലേജാണ്. ആ പ്രിവിലേജ് ആ സമയം ആരും പറയാനും ചോദിക്കാനില്ലാത്ത ഒരാൾക്ക് അത്തരൊരു സാഹചര്യം ഉണ്ടായാൽ തെറ്റുമില്ല. അപ്പം ഇവിടെ MLA ഇവരൊരു ജനപ്രതിനിധി കൂടിയാണ് ഈ പെണ്ണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഇവർ സകലരുമായിട്ട് ഇടപെടണം. അപ്പം മുട്ടേണ്ടി വരും, പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും. അപ്പോൾ ആ പലതരത്തിലുള്ള മനുഷ്യരുമായിട്ട് സമീപനം നടത്തുമ്പോൾ അവരൊരിക്കലും അതിനെ നെഗറ്റീവായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ പോസ്റ്റിലിരിക്കാനുള്ള യോഗ്യതയില്ല. ലീഗ് ആദ്യം ചെയ്തത് അവരുടെ രാജി ചോദിച്ചു വാങ്ങി മര്യാദയ്ക്ക് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ട് ആ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ അവരുടെ വീഡിയോകൾ വൈറലാകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ നുണയാണെങ്കിൽ, നിയമവിരുദ്ധമാണെങ്കിൽ
അതൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ അവർക്കത് നടപടി എടുക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരണം. അപ്പോൾ അവരെയും ഉപദ്രവിച്ചു മുട്ടിയെങ്കിലെടുത്തോട്ടെ, അത് ലോകം അറിയട്ടെ. അല്ലാതെ അവരുടെ ഒരു തോന്നലിനെ അവരിങ്ങനെ വൈറലാക്കി എടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടി സ്വീകരിക്കാനാണ്. കാരണം നമ്മുടെ നാട്ടിൽ വ്യാപകമായ തോതിൽ ഇപ്പോൾ ഇത്തരം സംഭവം നടക്കുന്നുണ്ട്. ഈ കയ്യിലൊരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് പലരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, പാവം. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് മറ്റേ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. രാജ്മോഹൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. നമ്മുടെ എന്തുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് അകാരണമായി സുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുപോലെ സതീശന് രംഗത്ത് വന്നത്? ഇത് CPM ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സുമാരൻ നായർ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു ഫോൺ വരുന്ന കണ്ടിരുന്നു. വാസവനാണ് എന്ന് വെക്കുന്നുണ്ട്. വാസവനാന്ന് പറഞ്ഞ് വെക്കുക മാത്രമല്ല തിരിച്ചു വിളിക്കുക പത്രസമ്മേളനത്തിനിടയിൽ. അപ്പോൾ എന്താണ്, എന്തോ ആശങ്ക പുലർത്തുന്ന ബന്ധമുണ്ട്. അല്ലെ പിന്നെ അപ്പം വിളിക്കുമോ, പിന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ തൊട്ടിരിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട കോളും വരാറുണ്ട്. ഞാൻ പലപ്പോഴും എടുത്ത് നോക്കും. എത്ര പ്രധാനപ്പെട്ട കോളാണെങ്കിലും ഞാൻ എടുക്കൂല, കാരണം നമ്മുടെ വീഡിയോയുടെ ഫ്ലോ പോകും. അതെ, പലപ്പോഴും നമ്മൾ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അയാൾ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നു, സകല പത്രങ്ങളും അവിടെ അയാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ക്യാമറയുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഫോൺ എടുത്ത്, പക്ഷെ എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം സംഭാഷണം എൻഗേജായി കുത്തി. അതായത് ആദ്യം അങ്ങനെ വിളിച്ചിരിക്കും കുത്തി, പക്ഷെ എൻഗേജായി ആ ട്യൂൺ കേൾക്കുന്നുണ്ട്. ആ എൻഗേജായ കാരണം അങ്ങനെ എടുത്തില്ല. അപ്പം ഇവർ തമ്മിൽ എന്തോ ഒരു ചർച്ചകൾ. മൊത്തത്തിൽ ഈ രണ്ട് സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് VD സതീശനെ നേരിടാനുള്ള ഒരു നീക്കം CPM ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏതാണ്ട് ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്മോഹൻ, ഈ രണ്ട് സമുദായം ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതാണ്. കാരണം ഈ രണ്ട് സമുദായം മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു സമുദായം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം ഇവരെന്തിനാ ഈ രണ്ട് സമുദായത്തെ ആക്കുന്നത്? ഇവരെന്തുകൊണ്ടാണ് ദളിതരെ കൂട്ടാത്തത്? അവരും കൂട്ടണ്ടേ? മുമ്പ് നായാടി മുതൽ നമ്പൂതിരിയായിരുന്നു, ഇപ്പം നായാടി മുതൽ നസറാണി വരെ എന്നാക്കി. അപ്പം നായർ മുതലായിരുന്നു, നായാടി മുതൽ അപ്പം ദളിതരുണ്ടോ അതിനകത്ത്? ദളിതരാണെന്ന് അറിഞ്ഞൂടാ. ദളിത് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിക്കേണ്ടത് ഇവര് എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഈഴവ നായർ ഐക്യത്തിൻ്റെ അകത്ത് ദളിതരെ ഉൾപ്പെടുത്താത്തത്? എന്താണ് അവരുടെ കുഴപ്പം? അവരെയല്ലേ ആദ്യം ചേർത്ത് പിടിക്കേണ്ടത്? തീർച്ചയായും. അപ്പോൾ എന്നാ ഞങ്ങളെക്കാൾ താഴ്ന്നവർ വേണ്ട എന്നുള്ള ധാരണയില്ലേ? ഞങ്ങൾ കൊള്ളാം, ഞങ്ങൾ ഈഴവർ നല്ല വലിയ വിഭാഗമാണ്, നായന്മാർ പവർഫുള്ളാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടുകൂടെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഒരുമിക്കുന്നതിൽ തെറ്റില്ല. RSS എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഹിന്ദു വിഭാഗങ്ങളും ഒരുമിപ്പിക്കാനാണ്. പണ്ട് മനോജ് ശങ്കർ കൂടെ ഹിന്ദു മണ്ഡലം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അധികം നാളെ പോയില്ല. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരുടെ ലക്ഷ്യം, അജണ്ട ഭയങ്കര നെഗറ്റീവാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ കൃത്യമായ അജണ്ടയോട് തന്നെയാണ് രണ്ടുപേരും പോകുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് നമുക്ക് അറിയുകയും ചെയ്യാം. രാജ്മോഹൻ, ഇപ്പം വല്ല പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ മറ്റേ ഈ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ താല്പര്യമില്ല ഇപ്പം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ ഇത്, അതായത് പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളെന്നല്ല, ഈ കഴിഞ്ഞ ഇയാൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളിയെ പറഞ്ഞില്ല. അത് വ്യത്യാസം ആളുകൾക്ക് പിടികിട്ടത്തില്ല. അല്ല, ഇപ്പോഴും എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന ഒരു കമന്റ്, ചില ആളുകൾ എന്ന കമന്റ് ഈഴവ വിരുദ്ധൻ എന്നാണ് എന്നെക്കുറിച്ച്. ഈ വെള്ളാപ്പള്ളി നടേശനെക്കാരിച്ച് കൂടുതൽ ശ്രീനാരായണനെ കുറിച്ച്, ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഗുരുദേവൻ മലയാളിയായി പോയതുകൊണ്ട് മാത്രം ഒതുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല, എൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവദശകം എല്ലാ സ്കൂളുകളിലും, അത് ഗവൺമെൻറ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ, കാരണം അതിനകത്ത് മതമില്ലാത്ത ഒരേ ഒരു പ്രാർത്ഥനാഗാനം അതാണ്. അതെ. ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലും ഒക്കെ ദൈവദശകം രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയാക്കണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എതിർക്കുന്നത് ഈ NSS ഒക്കെയാണ്. സത്യത്തിൽ ഇപ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആദ്യം ഇവർ ചെയ്യേണ്ടത്, NSS സംസ്ഥാനത്തിൻ്റെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു സംയുക്ത തീരുമാനമായിട്ട് വെക്കണം ദൈവദശകം എല്ലാ സ്കൂളുകളിലും, അതായത് NSSൻ്റെയും SNDPയുടെയും സ്കൂളുകളിലെങ്കിലും രാവിലത്തെ പ്രാർത്ഥന ദൈവദശകമാക്കി മാറ്റാൻ. ഞാൻ പഠിച്ച SNDP സ്കൂളിലാണ്, അവിടെ അവിടുത്തെ മാത്രമേ ഉള്ളൂ, വേറെ ഇടത്തുമില്ല. NSS തുടങ്ങട്ടെ. ഒരു ദൈവത്തിന്റെ ജാതിയുടെ പേര് പറയുന്നില്ല. ഒരു ദൈവത്തിന്റെ എല്ലാ ദൈവങ്ങളും മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ മതേതരമായ ഒരു കാവ്യശില്പം, ഒരു ദൈവസ്തുതി വേറെ ഇല്ല. അപ്പൊ അത്രയും മനോഹരമായി ആണെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ. അപ്പൊ ഇവിടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ ശക്തമായ പിണറായിയുടെ കുതന്ത്രമാണ്.
കാരണം രാഷ്ട്രീയ കളിയിൽ പിണറായി ഇവരെല്ലാവരും കടത്തിവിട്ടു. എവിടെ കടത്തിവിട്ടു? കാരണം അതറിയാം സമയത്തിന്. അപ്പം എങ്ങനെ നായരെ പിടിച്ചു എന്ന് മാത്രമേ പിടികിട്ടാത്തുള്ളൂ. വെള്ളാപ്പള്ളി പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. കാരണം വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ കാലമേ വർഗീയത പറയും. വെള്ളാപ്പള്ളി മുസ്ലിമിനെതിരെ പറയും, വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ പറയും. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി പിണറായിയുടെ ഒരു ജിഹുവായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ സുകുമാരൻ നായർ എങ്ങനെ ഈ കെണിയിൽ വന്ന് വീണു എന്നാണ് പിടികിട്ടത്? കാരണം കിട്ടുന്നില്ല അത്. കാരണം അദ്ദേഹം നേരത്തെ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 അദ്ദേഹം UDF അനുകൂലമായ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ബയറ്റെടുത്ത ആളും കൂടെയാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഇടതുമുന്നണി നേതാക്കന്മാർ അങ്ങനെ കയറി ഇറങ്ങുന്ന രീതി ഇല്ല. കോൺഗ്രസ്സുകാരെ പൊക്കോണ്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ CPM അധികാരത്തിൽ വരുമ്പോൾ NSS ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഇദ്ദേഹത്തിന് ഒരു പോപ്പ് എന്ന ഒരു പരിഗണന ഇവർ കൊടുക്കാറില്ല. അവിടെ ചെന്ന് ആദരിക്കണം, ചോദിച്ചിട്ട് തീരുമാനം എടുക്കണം എന്നൊന്നും നടക്കാറില്ല. അപ്പം എങ്ങനെയാണ് അയാൾ പിണറായിയോട് ഇത്രമാത്രം സ്നേഹവും വാത്സല്യം ഇപ്പോൾ ഉണ്ടായത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്, അല്ലേ? തീർച്ചയായും അത് സ്നേഹം കൊണ്ടാണോ വേറെ എന്തെങ്കിലും പറഞ്ഞു വരട്ടെ എന്ന പരിപാടിയാണോ? എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എപ്പോഴും പറയാറുള്ള സാധനം, പിണറായിയുടെ വലിയ കുബുദ്ധിയും കുതന്ത്രമുണ്ട്. ഈ കുബുദ്ധിയും കുതന്ത്രത്തെയും തൽക്കാലം ആർക്കും മറികടക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് യഥാർത്ഥത്തിൽ ഈ VD സതീശൻ ഇത്രയും പ്രകോപിതനാകാൻ കാര്യം ഈ കാന്തപുരത്തിന്റെ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാതെയാണ് പിണറായിയെ വിമർശിച്ചത്. പിണറായിയെ വിമർശിച്ചു. പിണറായി വിമർശിച്ചു. അവിടെ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞില്ല, സതീശൻ പറഞ്ഞിട്ടില്ല. പിണറായി വലിയ തോതിൽ മതേതരത്വം മഹാത്മ്യവും ഒക്കെ പറഞ്ഞപ്പോൾ, മതത്തിന്റെ പേരിൽ മനുഷ്യനെ തിരിച്ചു കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു പ്രതികരണമാണ്. അപ്പം വെള്ളാപ്പള്ളി ഇവിടെ സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ അവർ വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം കാറിൽ കയറ്റി എന്നുള്ളതല്ല വിഷയം. അതിനപ്പുറത്തേക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ രാവിലെയും വൈകുന്നേരവും മുസ്ലിം വിരുദ്ധ പ്രസംഗിക്കുന്നു. ആ വെള്ളാപ്പള്ളിക്ക് കണിച്ചകുളങ്ങരയിൽ പോയി സ്വീകരണം ഒരുക്കി കൊടുക്കുന്നു. മുഖ്യമന്ത്രി മതേതരത്വം ഇപ്പൊ ഇവിടെ ഈ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അവിടെ മഹാനായ മതേതരത്വത്തിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനാണെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചു പോകും. സ്വാഭാവികം മാത്രമല്ല കോൺഗ്രസിൽ സതീശനെ പോലെ ഒരാൾ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ? അതേ മറ്റു പലരും ഇന്നലെ കൊടുക്കുന്ന സുരേഷ് എന്നെ ആസ്ഥാനത്ത് എത്തുകയുണ്ടോ? വരുന്നു, പത്രക്കാരോട് പെട്ടെന്ന് പുള്ളി മുങ്ങുന്നു. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരുന്നു, പത്രക്കാരോട് പുള്ളിക്ക് ഉത്തരമില്ല. പുള്ളി എന്തൊക്കെയോ പറയുന്നത്, എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നതല്ല. എന്തുകൊണ്ട് തിരിച്ചു പോയതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അല്ല, ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സമുദായ നേതാക്കൾ, എനിക്ക് സുകുമാരൻ നായരോട് ബഹുമാനവും ഇഷ്ടമുള്ള ആളാണ്. ആ ഇഷ്ടത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ പോലല്ല, കുറച്ചുകൂടെ സമുദായത്തോട് സ്നേഹവും സമുദായത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കും. വെള്ളാപ്പള്ളി സ്വന്തം താല്പര്യമാണ് നോക്കുന്നത്. മാത്രമല്ല NSSന്റെ സ്ഥാപനങ്ങളിൽ അവിടെ കോളേജ് അധ്യാപകരൊക്കെ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ കൊടുക്കുന്ന ഡൊണേഷൻ സംബന്ധിച്ച് അത് അത്ര വലിയ തുകയൊന്നും വാങ്ങുന്നില്ല. ഇവിടെ അന്തമില്ലാത്ത ആ കൊടുക്കുന്ന ഡൊണേഷൻ NSSന്, സുകുമാരൻ നായർക്കല്ല. ഞാൻ പറഞ്ഞ SN ട്രസ്റ്റ്, എന്നോട് അവർ പറഞ്ഞിട്ട് SN ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് ഡൊണേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭാവന എന്ന പേരിൽ ട്രസ്റ്റിനായിരുന്നു. ഈ വെള്ളാപ്പള്ളി അധികാരത്തിൽ എത്തിയതിനു ശേഷം സംഭാവനയേ ഇല്ല SN ട്രസ്റ്റിന്. അപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പണം നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വെള്ളാപ്പള്ളി അങ്ങോട്ട് പോവുകയാണ്. അപ്പം വെള്ളാപ്പള്ളി നടത്തുന്ന പോലെ അല്ല സുകുമാരൻ നായർ സ്ഥാപനം നടത്തുന്നത്. സമുദായത്തോട് സ്നേഹമുണ്ട്, സമുദായത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പവർ, ഒരു അധികാരം നിലനിർത്തുന്നുണ്ട്. ഇതെല്ലാം മാത്രം എതിരാളികളെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും മോശമായ ഭാഷ സംസാരിക്കാറില്ല. സതീശനെ കുറിച്ച് ഊളംപാറ കൊണ്ട് കിടത്തണം എന്നൊക്കെ പറയാറില്ല. പിന്നെ മാത്രമല്ല, ശബരിമല പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയ രണ്ടുപേർ, ഒന്ന് പന്തളം കൊട്ടാരവും സുകുമാരൻ നായരും. ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയിൽ കാശുമുടക്കി കേസ് നടത്തിയ ആളാണ്. അപ്പം എനിക്ക് സുകുമാരൻ നായരുടെ ആ ഒരു ബഹുമാനമുണ്ട്. പക്ഷേ ഈ പമ്പാ സംഗമം മുതൽ എന്തോ കാരണത്താൽ പിണറായി വിജയനെ എന്തോ മഹാനാണെന്നൊരു ധാരണയിൽ ഇയാൾ കൂടിയിരിക്കുകയാണ്. എന്താണ് അതിനെ അയാളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഇയാൾ മാറിയെന്ന് പെട്ടെന്ന് യൂട്ടേൺ എടുത്തെത്താണെന്നാണ് പലരും ഇപ്പം സംശയിക്കുന്നത്. പല നമുക്ക് അടുപ്പമുള്ള സുഹൃത്തുക്കളെ സമാജത്തിലുള്ള പലരും നമ്മുടെ നിങ്ങൾക്കൊല്ലം അറിയാമോ എന്താ കാര്യം, ഇത് യൂട്ടേൺ അടിച്ചതിൻ്റെ കാര്യം? എന്തോ മകളുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമുണ്ടെന്നാണ് എന്നോട് ചങ്ങനാശ്ശേരിയിൽ ഈ NSS ആസ്ഥാനവുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞത്. VN വാസവൻ അത് വളരെ ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിലേക്ക് കടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ അടിസ്ഥാനപരമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനാണ് ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനെന്നാണ് ഇവിടെ കുറച്ച് പേര് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പം വെള്ളാപ്പള്ളി പിണറായി ബന്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ അന്തംകമ്മികളും തീവ്ര മറ്റേ ഈ സുഡാപ്പി കൂട്ടങ്ങളും പറഞ്ഞു നടക്കുന്നത് ഷാജൻ സ്കറിയായും VD സതീശനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടു. ഇഫ്താർ ആ ഒരു ചിത്രം കാണിച്ചിട്ട് ഇവന്മാർ ആഘോഷിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നേ വരെ ഇസ്ലാമിനെതിരെ ഒരു വരി പറഞ്ഞിട്ടുള്ള ആളല്ല ഞാൻ.
ഒരിക്കലും നമ്മൾ പറയാറില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഇത് മാത്രമല്ല, ഈ മലപ്പുറം രൂപീകരണം, മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. മലപ്പുറം ജില്ല വിഭജിക്കാൻ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? കാരണം മലപ്പുറത്ത് ഏതാണ്ട് 50 ലക്ഷം ആളുകളുണ്ട്. 10 ലക്ഷം ആളുകൾ പോലും ഇല്ല വയനാട് ജില്ലയിൽ. 10-15 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ പത്തനംതിട്ട ജില്ലയിൽ. കേരളത്തിലെ ഒരു ജില്ലയിലും 50 ലക്ഷമില്ല. തിരുവനന്തപുരത്താണ് പിന്നെ ഒരു 35-36 ലക്ഷം ഉള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20-25 ലക്ഷം ആളുകൾ കൂടുതൽ ഒരു ജില്ലയിലുണ്ടാവും. തിരൂർ ആസ്ഥാനമാക്കി വേറൊരു ജില്ല ആവണം. മലപ്പുറം മാത്രമല്ല, തിരുവനന്തപുരം വിഭജിക്കണം. തിരുവനന്തപുരത്ത് 30-35 പേരുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ആ പാറശാല മുതലുള്ള ഒരു ഭാഗവും പിന്നെ അങ്ങനെ രണ്ടാക്കുകയും അതുപോലെ കൊല്ലത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് തിരുവനന്തപുരവും കൊല്ലവും കൂടി 3 ജില്ലയാക്കണം. അതേപോലെ തന്നെ മലപ്പുറവും പാലക്കാടും കോഴിക്കോടിൻ്റെ കുറേ ഭാഗവും എല്ലാം കൂടെ ചേർത്തിട്ട് 3-4 ജില്ലയാക്കാം. ഇടുക്കി രണ്ടായിക്കോട്ടെ. ഇടുക്കി ആളില്ല, ആളില്ല, ജനസംഖ്യയാണ്. ജനസംഖ്യ ഇടുക്കി 10-12 ലക്ഷം പേരേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം മലപ്പുറത്ത് അപ്പോൾ അവരുടെ ഭരണകാരമായ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ കോളേജുകൾ വരണമെന്നുണ്ടെങ്കിൽ, താലൂക്ക് ആശുപത്രി, ഇത് പറയുന്ന ആളാണ് ഞാൻ പരസ്യമായിട്ട്. അതേസമയം മലപ്പുറം എല്ലാം അടിച്ചു മാറ്റുന്നു, മലപ്പുറത്ത് എന്തോ കുഴപ്പമാണ്, അവിടെ എല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കുറേ ആളുകളാണ് ഇവരെല്ലാം. അല്ല, മാത്രമല്ല ഈ മലപ്പുറത്ത് ഉള്ള കോളേജ് ഇപ്പോഴും അൺഎയ്ഡാണെന്ന് പറയുന്നുണ്ട്. ഈ സർക്കാർ 10 വർഷം ഇരിക്കുകയല്ലേ, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എയ്ഡാക്കിയാൽ പോരെ. അപ്പോൾ ഇത്തരത്തിൽ ഇവർ വർഗീയത പറയുമ്പോൾ ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, UDF അധികാരത്തിൽ വന്ന ലീഗായിരിക്കും ഭരിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല ലീഗിന് ഒറ്റയ്ക്ക് 71 സീറ്റ് കിട്ടും, നമുക്കറിയത്തില്ല. നേരത്തെ ഇവർ പറഞ്ഞു വരുത്തിയതാണല്ലോ കുഞ്ഞുമാണി പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും ലീഗിൻ്റെ വോയിസ് പവർഫുൾ ആയിരിക്കും. ലീഗിൻ്റെ കൺട്രോളിൽ ലീഗിന് ഭയങ്കരമായ ഒരു വോയിസ് ഉണ്ടാവും. UDF ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി മാത്രമല്ലേ സാധിക്കും ഒറ്റയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് രാജ്മോഹൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദുക്കളെ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം നമ്മുടെ ഓഫീസിൽ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അതിന് വിഷമമുണ്ടാവും. നമ്മുടെ ഓഫീസിൽ കടുത്ത സംഖ്യയായ ഒരു പയ്യൻ, കടുത്ത സംഖ്യയാണ് അവൻ. അവനിപ്പോൾ പിണറായി ഫാനാണ്. അവൻ പിണറായി വീണ്ടും വരും എന്നവൻ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, എന്താടാ നീ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം? അപ്പോൾ അവൻ പറയുന്നത് അതിൻ്റെ കാര്യം എന്താ, ഈ സംഘ മനസ്സുള്ള മനുഷ്യരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭരണമായിരിക്കും എന്നൊരു തോന്നലുണ്ടാക്കി ഇവരെ കൊണ്ട് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യിപ്പിക്കാനാണ് പിണറായി വിജയൻ ഈ കെണി ഒരുക്കിയത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ രംഗത്തിറക്കിയിരിക്കുന്നതും ഇപ്പോൾ സുകുമാരനാരെ പിടിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അതിഭയങ്കരമായ രീതിയിൽ. കാരണം പിണറായിക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണറായി ഒരു കാര്യം മനസ്സിലാക്കി, മുസ്ലിം വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു, അതിന് കിട്ടത്തില്ല. അവരാണ് കഴിഞ്ഞ തവണ ജയിപ്പിച്ചത്, ആ വോട്ടിന് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ പിണറായി വിജയനെ പരമാവധി ഹിന്ദു വോട്ട് കിട്ടണം. യഥാർത്ഥത്തിൽ ഈ യുദ്ധപ്രഖ്യാപനം UDFനെതിരെ അല്ല, BJPക്കെതിരെയാണ്. കാരണം ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമാവുകയും CPMന് കുറയുകയും ചെയ്യുമ്പോൾ മുസ്ലിം വോട്ടുകൾ UDFന് പോയാൽ CPM തീർന്നു പോകും. CPMന് പിണറായി വിജയന് ഇത്തവണ ജയിക്കാൻ ആഗ്രഹമില്ല, ജയിക്കത്തില്ലെന്നറിയാം. പക്ഷെ അടിയേ പോവരുത്, മാന്യമായി തോക്കണം. BJP വരരുത്. കാരണം BJP വന്നാൽ എന്ത് ചെയ്യും, CPMന്റെ അടിവേര് പോകും. അതുകൊണ്ട് BJPയിലേക്ക് ഹിന്ദു വോട്ടുകൾ പോവാതെ ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഹിന്ദു സംരക്ഷണ വേഷം അണിഞ്ഞ് ഇത് വർഗീയത പറയുകയാണ്. പിന്നെ ഇവർക്ക് കൃത്യമായിട്ടൊരു കാര്യം അറിയാം, സതീശിനെ എന്ത് ചീത്ത വിളിച്ചാലും സതീശിന് മറുപടി പറയാൻ പറ്റത്തില്ല. സതീശിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, സതീശിന് എന്ത് മറുപടി പറഞ്ഞാലും അത് ആത്യന്തികമായി സമുദായ നേതാക്കൾക്കെതിരെയുള്ള അത് ഭയങ്കര. അതാണല്ലോ പുള്ളി പറഞ്ഞത്, ഈഴവനായ ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടിയെ കയറിയതാണ് സതീശിന് ബുദ്ധിമുട്ട്. പിണറായി വിജയൻ എന്നെ ഉന്നത കുലജാതനാണോ? ഇത് പറഞ്ഞാൽ കേട്ടവർക്കും ഈഴവനായ വെള്ളാപ്പള്ളി നടേശന് ഉന്നത കുലജാതനായ പിണറായിയുടെ വണ്ടിയിലോട്ട് കയറ്റിയത് സതീശന് ഇഷ്ടപ്പെട്ടില്ല. ഇത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയോട് മറുപടി പറഞ്ഞാൽ അത് ഇവർക്ക് ആർക്കും മറുപടി ഇഷ്ടമില്ല. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെ ചോദിച്ചപ്പോൾ അയാൾ നാക്കും ഒളിച്ചു ചാടിയത്. അപ്പം വെള്ളാപ്പള്ളിയും സുകുമാരനാരി എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറയും. പിണറായി പറഞ്ഞാൽ മറുപടി പറയാൻ സതീശന് പറ്റും. പക്ഷെ വെള്ളാപ്പള്ളിക്കോ സുകുമാരനാർക്കോ മറുപടി പറയാൻ പറ്റത്തില്ല. പറ്റിയാൽ സമുദായ നേതാക്കളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാവും. സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണ്ട സപ്പോർട്ട് ഇപ്പോഴും കിട്ടുന്നില്ല. സപ്പോർട്ടിൽ എതിർപ്പുണ്ട്. ഇപ്പോൾ തന്നെ സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഇത് വഷളായി കഴിഞ്ഞപ്പോഴത്തേക്കും
ഈ സതീശൻ വിരുദ്ധരെല്ലാം കൂടി ചാടി ഇറങ്ങിയിട്ട് സതീശനെ തീർക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യം മറുപടി പറയില്ല, മറുപടി പറഞ്ഞില്ല. മറുപടി ഇല്ല. ഇവര് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞു ഇതിനകത്തേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ യോഗ്യതയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് അവിടെ പറയും വേണുഗോപാൽ നായരാണ്, KC വേണുഗോപാൽ നായരാണ്, രമേശ് ചന്ദ്രൻ നായരാണ്, ശശി തരൂർ നായരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വെക്കാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും വെച്ചോ, പക്ഷെ അവനെ വേണ്ടെന്ന് പറയും. ഹൈക്കമാൻഡ് അടുത്ത് വിവരം അറിയിക്കുമല്ലോ. ഹൈക്കമാൻഡ് ഇവിടെ ഏറ്റവും പ്രബല സമുദായം എതിർത്തിരിക്കുന്നത് 2 സമുദായം ഒരുമിച്ച് 2. അപ്പോൾ അതുകൊണ്ട് അയാളെ വെച്ചാൽ BJP വളരുമെന്നായിരിക്കും അങ്ങോട്ട് പറയുന്നത്. BJP എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണല്ലോ. അപ്പം ഇങ്ങനെ സതീശന്റെ അവസരം നഷ്ടപ്പെടുത്തുക എന്ന കൃത്യമായ അജണ്ടയുടെ പുറത്താണ് സതീശനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് സതീശൻ ടാർഗറ്റ് ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വടക്കം പറവൂരിലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ അതൊന്നും ബാധിക്കില്ല. കാരണം വെള്ളാപ്പള്ളി ആരെയൊക്കെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. സുധീരൻ, KC വേണുഗോപാൽ, വിഷ്ണു, എല്ലാവരും ജയിച്ചു. അല്ല, ഈ രാജ്മോഹൻ ഈ സമുദായ നേതാക്കൾ, അതിപ്പോൾ വെള്ളാപ്പള്ളി ആണെങ്കിലും സുമാരനാണെങ്കിലും കത്തോലിക്ക സഭയുടെ ആളാണെങ്കിലും സമുദായ നേതാക്കൾ പറയുന്നത് പോലെ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് ഉറപ്പാണല്ലോ. അത് അപ്പോൾ അവർക്കൊരു സമുദായ വികാരമൊക്കെ ഉണ്ടെന്ന് സത്യമാണ്. പക്ഷേ അവർ പറയുന്ന പോലെ അവരുടെ മാടമ്പിത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല വിശ്വാസികൾ. മാത്രമല്ല ഇപ്പോഴും വലിയ യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. എവരെന്താണ് ഇവർ അഡ്രസ് ചെയ്യാത്ത ഈ ജാതി മത സംഘടന നേതാക്കന്മാർ? അപ്പം അതുകൊണ്ട് ഈ ചിന്തയൊന്നുമില്ല, ജാതിയൊന്നുമില്ല അവർക്ക്. അതുകൊണ്ട് ഇത് സതീശന് പക്ഷേ അടിസ്ഥാനപരമായി ഈ പാർട്ടിക്കകത്ത് വലിയ ഒരു നെഗറ്റീവായി മാറുകയും സതീശന് മുഖ്യമന്ത്രി പദത്തിന് അത് ഭീഷണിയാണ്. കാരണം സതീശന് ഇവരാരും പിന്തുണയ്ക്കാത്ത സാഹചര്യം. ആരും പിന്തുണയ്ക്കില്ല പരസ്യമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. ഈ പിന്നെ സതീശനെ കുറിച്ച് പറഞ്ഞ അതേ വാക്കുകൾ പിണറായി വിജയനെ കുറിച്ചോ രാജേന്ദ്ര ശേഖരനെ കുറിച്ചോ പറയുള്ളൂ. മാത്രമല്ല ഇവിടെ ഒരു കാര്യം മറന്നു പോകരുതാത്തത്, UDFനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും ശേഷിയുള്ള നേതാവ് സതീശൻ തന്നെയാണ്. ഇപ്പോൾ UDFന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു ഊർജ്ജവും ഒരു കെട്ടുറപ്പും ഒക്കെ ഉണ്ടല്ലോ. ആ കെട്ടുറപ്പിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം സതീശൻ തന്നെയാണ്. സതീശൻ നല്ലൊരു ഇലക്ഷൻ മാനേജറുമാണ്. കറക്റ്റായിട്ട് ഇലക്ഷൻ ചെയ്യാൻ അറിയാം. പിന്നെ ആകെപ്പാടെ സതീശന് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ബാക്കി. മുസ്ലിം ലീഗിന് പിന്തുണയിലല്ലേ മുഖ്യമന്ത്രിയാവാൻ പറ്റുള്ളൂ. മുസ്ലിം ലീഗ് സതീശനെ മാത്രം ഞങ്ങൾ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നായും അങ്ങനെയുണ്ടല്ലോ. ആ ഒരു സാധ്യത മാത്രമാണ് സതീശൻ. ഞങ്ങൾ UDFനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ തീർന്നു. ആ ഒരു പ്രതീക്ഷ മാത്രമേ സതീശന് ബാക്കിയുള്ളൂ. ലീഗ് അങ്ങനെ ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും സതീശനെ ടാർഗറ്റ് ചെയ്ത് അടിക്കുമ്പോൾ ലീഗ് അങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുന്നത്. മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കുക, പണ്ടത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെയല്ലോ. ഈ മത നേതാക്കന്മാർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചൊരു അന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും, ഏക്കാനാണെങ്കിലും അന്ന് വയലാർ രവി, ഉമ്മൻചാണ്ടി, സുധീരനും ഒക്കെ തന്നെ മതനേതാക്കൾക്കെതിരെ പോരാടി വന്നവരാണ്. ഈ യൂത്ത് കോൺഗ്രസിലെ KS ആരെങ്കിലും ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് സതീശനെതിരെ? ഈ മുളമ്പാറ അല്ല, യൂത്ത് കോൺഗ്രസ് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തോടെ തീർന്നല്ലോ. എന്തായാലും വളരെ രസകരമായൊരു വിഷയമാണിത്. സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ യുദ്ധം തുടരുകയാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നാണ് അറിയേണ്ടത്. പിണറായി ജയിക്കുമോ അതോ സതീശൻ ജയിക്കുമോ? സാധാരണ ജനങ്ങൾ സതീശനൊപ്പമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി സതീശനൊപ്പമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന്. നന്ദി, നമസ്കാരം.